ചേച്ചി പെട്ടെന്ന് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്റെ പോലും പറ്റിയെന്ന് ഓർത്ത് പേടിച്ചു പോയി. സാധാരണ വരുമ്പോ വിളിച്ചു പറഞ്ഞിട്ടല്ലേ വരുന്നത്. എടി, ഞാൻ പറഞ്ഞത് വല്ലതും നിനക്ക് മനസ്സിലായോ? ആ പെങ്കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്ക്. അത് കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു കൊച്ചല്ലേ, പഠിച്ചെന്തെങ്കിലും ജോലിയായിട്ട് മതിയെന്നേ കല്യാണം. ഇപ്പൊ ഈ തിരക്ക് പിടിപ്പിച്ച് കെട്ടിക്കുന്നത് എന്തിനാ? ഏ എന്റെ പൊന്നി ചേച്ചി, ഡിഗ്രി വരെ പഠിപ്പിച്ചില്ലേ? അത് മതി. പെൺപിള്ളേർക്ക് അത്യാവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഒക്കെ ആയി. അല്ല, അപ്പൊ നീ നിന്റെ മൂത്ത ചെറുക്കനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവനെ എഞ്ചിനീയറിംഗിന് വിട്ടില്ലേ? അവൻ ചെറുക്കനല്ലേ, ഒരാങ്കൊച്ചല്ലേ, അവനെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങളെ നോക്കേണ്ടതും അവനല്ലേ. ഈ പെൺപിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്തിനാ? ഒരു കാര്യവുമില്ല. ഓ, അത് ശരി. വല്ല വീട്ടുകാർക്ക് ഉപകാരമുണ്ട്. അപ്പൊ മകളെ എങ്ങനെയെങ്കിലും ബാധ്യത ഒഴിവാക്കിയിട്ട് പറഞ്ഞു വിടണം. എന്നിട്ട് സ്വസ്ഥമായിട്ട് മകനെ പഠിപ്പിച്ച് ജോലിക്കാരനാക്കണം. കൊള്ളാം എന്തായാലും. പ്ലീസ് അമ്മ, എനിക്ക് പഠിച്ചൊരു ജോലി ആയിട്ട് മതി കല്യാണം. +2 കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ നേഴ്സിങ്ങിന് വിടാൻ പറഞ്ഞിട്ട് അത് കേട്ടില്ല. എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് പോയി. എനിക്ക് MBA എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അമ്മ. ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, പ്ലീസ് അമ്മ. നീ അമ്മായിനെ വക്കാലത്ത് പറയാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ അല്ലേ? ഏ നിന്റെ ചേട്ടൻ ഓരോ മാസം എത്ര പൈസയാ പെറുക്കുന്നതെന്ന് നിനക്കറിയാവോ? രണ്ടുപേരെയും കൂടെ പഠിപ്പിക്കാൻ എന്തായാലും പറ്റുന്ന കാര്യമല്ല. ഓഹ്, എന്റെ ദൈവമേ, പറഞ്ഞ ഫീസൊന്നും അല്ല ഇപ്പൊ ഓരോ മാസം അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതായാലും കുറച്ച് സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സമാധാനം. ചേച്ചിക്ക് 3 ആമ്പിള്ളേരായതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ആണെങ്കിൽ നല്ലൊരു കല്യാണാലോചന വന്നേക്കുന്നത്. ചെറുക്കനാണെങ്കിൽ തുണിക്കടയുണ്ട് സ്വന്തമായിട്ട്. അപ്പൊ ഇനി ഇതങ്ങ് നടത്തി കഴിഞ്ഞാല് ഒരു മനസ്സിനൊരു സമാധാനം. പിന്നെ അവന്റെ കാര്യം മാത്രം ഞങ്ങൾക്ക് നോക്കിയാ പോരെ. എന്തെങ്കിലും ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതിന്റെ സങ്കടം കണ്ടപ്പോ എനിക്കൊന്ന് വന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്ക് പഠിക്കാൻ യോഗമില്ലടി കൊച്ചെ, അത് ഓർത്താ മതി. കെട്ടിച്ച് വിട്ടേക്കുവോ ചേച്ചി? അങ്ങേർക്ക് ഇപ്പൊ പഴയ പോലെ പണിയെടുക്കാനൊന്നും പറ്റാണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങ് പണിക്ക് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഒരു പെങ്കൊച്ചുള്ളതിന്റെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് ഈ ആദ്യം വ്യാധി. അവളെ അങ്ങ് കെട്ടിച്ച് വിടുവാണെങ്കിലേ അതോർത്തോണ്ടാ. കോഴ്സൊന്നും അവൻ കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല. കുറെ പേപ്പർ ഇനി എഴുതിയെടുക്കാനുണ്ട്. ഹ, പഠിത്തം നിർത്തിയത് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ല, അവനെ പഠിക്കാൻ വിട്ടത് ബാംഗ്ലൂർ അല്ലേ? അവൻ ഇപ്പൊ എവിടെയാ, ബാംഗ്ലൂർ തന്നെയാണോ? പഠിക്കാൻ വിട്ടത് ബാംഗ്ലൂർ തന്നെയാ. പിന്നെ ഏതോ കന്നഡക്കാരിനെ കല്യാണം കഴിച്ചെന്നോ. ആ പെണ്ണിന് വേറെ മതത്തിൽ 5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഏതായാലും അവളെ കൊണ്ടിട്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അവന്റെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. എന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവൻ അതിന് ധൈര്യപ്പെട്ടിട്ടില്ല. എന്റെ ദൈവമേ, എഞ്ചിനീയർ ആകാൻ വേണ്ടിട്ട് വിട്ട ചെറുക്കനാ. എന്തൊരു കഷ്ടമാ ദൈവമേ. ഞങ്ങളുടെ കുറെ കാശ് പോയത് മിച്ചം. ഇപ്പൊ കണ്ണൂരെങ്ങാണ്ട് ഏതോ ഹോട്ടലിലെങ്ങാണ്ട് പണിക്ക് നിൽക്കുവാന്നാ കേട്ടത്. ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം അവിടെ തിന്നെടുത്ത് തന്നെ വെച്ചിട്ട് ഏറ്റുപോകുന്ന ചെറുക്കനാ. എങ്ങനെയാലും ജീവിക്കട്ടെ. ഞാൻ അവനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടില്ലെന്ന് ഞാനിപ്പോ വിചാരിച്ചേക്കുന്നത്. കഷ്ടപ്പെട്ട് കടവും മേടിച്ച് അതും മേടിച്ച് ഇതും മേടിച്ച് പഠിക്കാൻ വേണ്ടിട്ട് വിട്ടതാ. ഓരോ മാസം അവന് അവിടെ ദൂർത്തടിക്കാൻ വേണ്ടിട്ടായിരുന്നു പൈസ മേടിക്കുന്നതെന്ന് ഞങ്ങളുണ്ടോ അറിയുന്നു. എന്ത് ചെയ്യാ. ഷോ, എന്നാലും അതെങ്ങനെ തലതിരിഞ്ഞു പോയെന്നാ ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു ചെറുക്കൻ കൊച്ചല്ലായിരുന്നോ? എനിക്കാണ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പേടിയാവുക. ഹോ, 3-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ആണെങ്കിലും എനിക്കുള്ളത് 2 ആൺപിള്ളേരല്ലേ. എന്റെ ദൈവമേ, എങ്ങനെയൊക്കെ വളർത്തിയാലും. ഉഫ്. പറമ്പില് കുറച്ച് പച്ചക്കറി നട്ടതാ, എല്ലാം ചാഴി പിടിച്ചിട്ട് പോവോ, ഒന്നും മര്യാദക്ക് കിട്ടുന്നൊന്നും ഇല്ലെന്നേ. എന്റെ ചേച്ചി, ഞാനും ഇഷ്ടംപോലെ പച്ചക്കറി ഇതിലൊക്കെ നട്ടു വെച്ചതാ. പക്ഷെ ഒരു കാര്യമില്ല, ഇത് തന്നെയാ അവിടുത്തെ അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മരുന്ന് മേടിച്ച് അടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാടിന്റെ ആവശ്യമുണ്ടോ? പുറത്തുനിന്ന് പച്ചക്കറി മേടിച്ചാൽ പോരെ, മരുന്നടിക്കുന്ന പച്ചക്കറി പുറത്തുനിന്ന് കിട്ടുമല്ലോ. ഞാനാണെങ്കിൽ വെളുത്തുള്ളി കലക്കി ഒഴിച്ചാൽ നല്ലതാണെന്നും പറഞ്ഞോണ്ട് 1/2 കിലോ വെളുത്തുള്ളിയാ. എവിടെ, ഒരു കാര്യമില്ല. അയ്യോ, അതൊക്കെ വെറുതെയാ. എന്റെ ദൈവമേ, ഞാൻ കുറെ നോക്കിയതാ, ഒരു കാര്യമില്ല. അതൊന്നും അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ മോളുടെ വീട് പണി എങ്ങാണ്ടല്ലേ, അതെങ്ങനെയാ, കഴിഞ്ഞോ? അവളുടെ വീട് പണി ഏകദേശം തീരാറായി. ഇനിയിപ്പോ ഡോറൊക്കെ പിടിപ്പിക്കണം, പിന്നെ പ്ലംബിങ്ങിന്റെ എന്തോ കുറച്ച് പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവള് വന്നിട്ട് കുറെ നാളായില്ലേ ചേച്ചി? എങ്ങനെ, അവൾക്ക് സുഖമാണോ? ഓ, അവക്ക് സുഖമല്ലേ. ഇപ്പം മലേഷ്യയിലെങ്ങാണ്ട് ടൂറ് പോയേക്കുവാ. ദൈവമേ, മലേഷ്യക്ക് ടൂറ് പോയോ? അതുള്ള ഇരട്ട പിള്ളേരല്ലേ, ആൺപിള്ളേര്, അവരെയും കൊണ്ട് പോയോ? പിള്ളേർക്ക് ഇപ്പൊ 3 വയസ്സായില്ലേ. ഇരട്ട പിള്ളേരാ, അവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറയുന്നേ. പിന്നെ ആ പിള്ളേര് വന്നേ പിന്നെ ഭയങ്കര ഭാഗ്യമല്ലേ. ആദ്യം ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2 കടയും കൂടെ തുടങ്ങിയില്ലേ, 2 ടൗണിലായിട്ട്. അതുകൊണ്ടിട്ട് ഇപ്പൊ നല്ല ഭാഗ്യമാ. എന്തായാലും അവളുടെ വീട്ടുകാരൻ നല്ല സ്നേഹമുള്ള വീട്ടുകാരാന്ന് തോന്നുന്നല്ലേ. പ്രസവത്തിന് പോലും അവരിങ്ങോട്ട് വിട്ടില്ലല്ലോ, അവര് തന്നെ നോക്കുവല്ലേ ചെയ്തേ. പ്രസവം കഴിഞ്ഞിട്ട് അവര് തന്നെയാ നോക്കിയത്. അവരെന്തോ ആളെയും കൂടെ വെച്ചെന്ന് തോന്നുന്നു, ഇരട്ട പിള്ളേരായത് കൊണ്ടിട്ട്. ഒരു 28 ദിവസം വേണമെങ്കിൽ ഞാനും കൂടെ വന്ന് നിക്കാന്ന് പറഞ്ഞതാ, നിക്കണ്ടാന്ന് പറഞ്ഞ അവള്. പിന്നെ ഞാന് നിന്നു, ഞാൻ പിന്നെ പോയുമില്ലേ. എനിക്കാണെങ്കിൽ മുട്ടുവേദനയൊക്കെയാ.
ഇപ്പൊ നിങ്ങക്ക് ലോണൊക്കെ ഇല്ലേ ചേച്ചി? അവൻ ജോലിയൊന്നും ആകാത്തോണ്ട് നിങ്ങൾ തന്നെ അടയ്ക്കണ്ടേ അല്ലേ? പിന്നെ കുറെ കടമൊക്കെ ഇല്ലേ? എല്ലാം അവന് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കടമാക്കി വെച്ചതല്ലേ? അങ്ങനെ മോള് വല്ലതും സഹായിക്കുവോ? അവർക്ക് സാമ്പത്തികം ഉണ്ടല്ലോ. ഉം കാരണന്മാരെ കുറിച്ചൊന്നും അവക്കൊരു വിചാരവും ഇല്ല. അവക്ക് അവളുടെ കാര്യം മാത്രം. എപ്പോഴും കറങ്ങാൻ പോക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലും മാസത്തിന് കറങ്ങാൻ പോക്കൊക്കെയാ. പിന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സിനിമയൊക്കെ കണ്ട് അവൾ അവളുടെ കാര്യം നോക്കി അങ്ങനെ ജീവിക്കുന്നു. കാരണവന്മാരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ ഒന്നും അവൾ ചിന്തിക്കാറൊന്നുമില്ല. അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നേലും ആട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പൊ പറഞ്ഞില്ലേ പച്ചക്കറിയുടെ കാര്യം, അതുപോലെയാ എന്റെ മക്കളും. ഉം എന്നാ പിന്നെ ശരി ചേച്ചി, ഞാൻ എന്നാ പിന്നെ പോട്ടെ. പച്ചക്കറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ നനയ്ക്കാനുണ്ട്. എല്ലാം നനച്ചില്ലെങ്കിലേ ഈ വെയിലത്ത് വാടിക്കരിക്ക് പൊരിഞ്ഞു പോവും. പോട്ടെന്നാലേ. ശരി. ഇന്നലെ സുധ വന്നപ്പോ നിന്റെ കാര്യം ചോദിച്ചതേ ഉള്ളായിരുന്നു. നീ കുറെ നാളായാലോ വന്നിട്ടെന്ന്. നീ ഇന്ന് വരുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. പിള്ളേരെ അമ്മ നോക്കിക്കോളാം, എന്നോട് പോയിട്ട് പോരേന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ വന്നത്. ചേട്ടൻ വിളിക്കാറുണ്ടോ അമ്മേ? എന്നെ വിളിക്കാറും പറയാറൊന്നുമില്ല. ഇപ്പൊ നമ്പറൊക്കെ ഏതാന്നൊക്കെ ആർക്കറിയാം. അച്ഛൻ രാവിലെ ജോലിക്ക് പോയല്ലേ? അച്ഛൻ പണിക്ക് പോയി. അച്ഛൻ പണിക്ക് പോകാൻ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ലോ. രണ്ടുപേരെങ്കിൽ രണ്ടുപേരെ ഞങ്ങൾക്ക് കഴിയണ്ടേ? അതുകൊണ്ട് അങ്ങേര് പറ്റിയാലെങ്കിലും പണിക്ക് പോകുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് സുഖല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്മയ്ക്ക് എന്ത് സുഖം? നിനക്ക് സുഖമാണല്ലോ, അത് മതി. മക്കള് സുഖമായിട്ടിരിക്കുന്നതാണല്ലോ കാരണവന്മാരുടെ സന്തോഷം. നീ കറങ്ങാൻ പോകുന്നതും അടിച്ചു കുളിക്കുന്നതും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അച്ഛന്റെ ഫോണിനകത്ത് സ്റ്റാറ്റസ് കാണാറുണ്ട്. ഏതായാലും നിനക്ക് സുഖമാണല്ലോ. പിന്നെ കാരണവന്മാരെങ്ങനെ ജീവിക്കുന്നൊന്നും നിനക്ക് അറിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ കാരണവന്മാരെങ്ങനെയാ ജീവിക്കുന്നത്? അവനവൻ അടിച്ചു പൊളിക്കുന്നതിനകത്ത് ഒരു വിഹിതം അവർക്കൊന്ന് കൊടുത്ത് സഹായിക്കാം. അങ്ങനെയൊന്നും നീ ചിന്തിക്കുകയല്ലോ. അതിന് എന്റെ കയ്യിൽ എവിടെ നമ്മെ കാശ്? എന്റെ അടുത്ത് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടൊന്നും തരാതിരിക്കൂലല്ലോ. എന്റെ അടുത്ത് ഇല്ലല്ലോ. എന്തിനാടി മോളെ നുണ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശും ഇതൊക്കെ ഉണ്ടെന്ന് നന്നായിട്ട് എനിക്കറിയാം. പിന്നെ ഇപ്പൊ അമ്മേനെ അച്ഛനെ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ എന്തിനാ ഈ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, അമ്മ പറഞ്ഞത് നേരെ. കെട്ടിയോൻ കാശ് ഉണ്ടാക്കുന്നുണ്ട്. കെട്ടിയോൻ ഉണ്ടാക്കുന്ന കാശ് ഞാനെങ്ങനെയാ അമ്മ ഇവിടെ കൊണ്ടു തരുന്നത്? അത് അദ്ദേഹം കഷ്ടപ്പെടുന്നതല്ലേ. അതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റുമോ? എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ ഒരു വിഹിതം ഇവിടെ വീട്ടിൽ കൊണ്ട് എന്തായാലും തന്നേനെ. പക്ഷെ എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ പിള്ളേരെ നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി അടുക്കളപ്പണി എടുത്ത് വീട്ടിലിരിക്കുവല്ലേ. അതിനാരും കാശൊന്നും തരൂലല്ലോ. എല്ലാ പെൺപിള്ളേരും അങ്ങനെയൊക്കെയാ. അവനവന്റെ കെട്ടിയന്മാരുടെ കയ്യിലും കെട്ടിച്ച വീട്ടിലൊക്കെ കാശുണ്ടെങ്കിൽ അത്യാവശ്യം സ്വന്തം കാരണന്മാരെയൊക്കെ ഒന്ന് സഹായിക്കും. ഒന്ന് വളർത്തി വലുതാക്കിയത് സ്വന്തം കാരണന്മാര് തന്നെയല്ലേ. അങ്ങനെ തന്നെയല്ല പെൺപിള്ളേരും ചെയ്യുന്നത്. എന്നാ പിന്നെ ഞാൻ അങ്ങനെയല്ലമ്മേ. ഞാൻ അങ്ങനെയല്ല. എന്നെ പഠിപ്പിക്കണം, എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ. അന്നമ്മ കേട്ടില്ലല്ലോ. എന്റെ എന്തോ ഭാഗ്യത്തിനൊരു നല്ല കുടുംബത്തിലോട്ട് എനിക്ക് ചെന്ന് കയറാൻ പറ്റി. സ്നേഹമുള്ള ഭർത്താവും സ്നേഹമുള്ള അമ്മയും ബാക്കി ബന്ധുക്കളും എല്ലാം നല്ല ആൾക്കാര്. അത് എന്റെ ഭാഗ്യമാണ്. എന്നെ എന്റെ മക്കളെ അവര് പൊന്നു പോലെ നോക്കുന്നുണ്ട്. അതും കൂടാഞ്ഞിട്ട് ഞാൻ ഇനി എന്റെ ഭർത്താവിനോട് പോയിട്ട് പറയണോ എന്റെ വീട്ടുകാരെയും കൂടി നോക്കാൻ വേണ്ടിയിട്ട്? അതും കൂടെ ഞാൻ പോയിട്ട് പറയണോ? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അമ്മേ. നിങ്ങൾ എഞ്ചിനീയർ ആകാൻ വിട്ടൊരു മോനുണ്ടല്ലോ, അവനോട് ചോദിക്കും. അവൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. എന്നെ കെട്ടിക്കാനുള്ള കാശ് വേണ്ടായിരുന്നല്ലോ അമ്മ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. പിന്നെ അന്ന് അമ്മ പറഞ്ഞായിരുന്നു അച്ഛന് സുഖമില്ല, പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ടല്ലോ. ഇപ്പൊ 6 വർഷമായില്ലേ. 6 വർഷം കഴിഞ്ഞിട്ട് പണിക്കൊക്കെ പോകുന്നില്ലേ. മനസ്സ് വെച്ചായിരുന്നെങ്കിൽ എന്നെ പഠിപ്പിക്കായിരുന്നു. എന്ത് സുഖമാണെന്ന് പറഞ്ഞാലും അവനവന്റെ ആവശ്യത്തിനുള്ള പൈസയെ അവനവൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടിട്ട് എന്റെ ഭർത്താവ് കഷ്ടപ്പെടുന്ന കാശ് മേടിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് തരും നമ്മ വിചാരിക്കണ്ട.